ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കേരള പേസി ടോക്സ്. ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പഠിക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗാണ്. ഒരുപാട് പേര് ചോദിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. ഞാൻ മുന്നേ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ നല്ല മഴയാണ്. സോ രാവിലെ ഒരു 6:30 ആ സമയത്താണ് ഞാൻ യൂഷ്വലി എണീക്കാറുള്ളത്. ആ ഒരു സമയത്ത് തന്നെ അന്നത്തെ ദിവസം എണീച്ചു. തലേ ദിവസം വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി 4 മണിക്കൊന്നും എണീച്ചില്ല. വീഡിയോ എടുക്കാൻ നമുക്ക് കുറച്ച് പണിയാണല്ലോ. എല്ലാ ദിവസം നമുക്ക് ഒരു ദിവസത്തെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. സോ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഇരുന്ന് കണ്ട് സമയം വീഡിയോ അല്ല, സിനിമ, നമ്മുടെ 12th ഫെയിൽ സിനിമ ഉണ്ടല്ലോ, അത് കാണാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. അപ്പൊ വീണ്ടും അതിരുന്ന് കണ്ട്. മുന്നേ കണ്ടിട്ടുള്ള തന്നെയാണ് കേട്ടോ. പുള്ളിക്ക് ഒരു 12:15 ആ സമയം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റഡി ടേബിളിന്റെ അവിടേക്ക് വന്നപ്പോൾ കോലം ഇങ്ങനെയായിരുന്നു. ഞാൻ തന്നെ ആക്കിയതാണ്, എന്നാലും ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പഠിക്കുകയായിരിക്കും. അപ്പൊ അതൊക്കെ വൃത്തിയാക്കി. ഇന്നത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ കുറെ പെൻഡിങ് ആയതുകൊണ്ട് അത് കാണണം എന്നുള്ള പ്ലാന്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇരിക്കുന്ന ഭാഗം വൃത്തിയാക്കിയിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ നമുക്കൊരു പഠിക്കാനൊരു തോന്നൽ ഉള്ളിൽ നിന്ന് വരും. അത് നിങ്ങൾ എവിടെയാണോ, ഇനിയിപ്പോ ബെഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബാൽക്കണിയിലായിക്കോട്ടെ, ഈവനിങ് ടെറസിലായിക്കോട്ടെ, സ്റ്റഡി ടേബിൾ മിക്കവാറും എല്ലാവരും ടേബിളിൽ തന്നെ ഇരുന്നായിരിക്കും പഠിക്കേണ്ടാവുക. ഞാൻ പല സ്ഥലത്തും പോയി ഇരുന്ന് പഠിക്കട്ടോ. എനിക്ക് ഒരിടത്ത് മാത്രം ഇരിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ബെഡിലിരുന്ന് കാലിൽ നീട്ടി വെച്ച് പഠിക്കുന്നു. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ തന്നെ ഇരിക്കണമല്ലോ. കാരണം നമുക്ക് ഒന്നാമത് നമ്മൾ ഫേസ് കാണിക്കാണ്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള ക്യാമറ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ അധികം കിട്ടില്ല. പക്ഷെ യൂഷ്വലി ഞാൻ എപ്പോഴും പഠിക്കാറുള്ളത് പോലെ ക്യാമറ ഓണാക്കി വെച്ചു, ഫ്ലൈറ്റ് മോഡിലിട്ട് ഓണാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോ ഇവിടെ മാത്രം ഞാൻ ഇരിക്കാറില്ല, റൂമിലിരിക്കും. ചിലപ്പോൾ ബാൽക്കണിയിൽ കസേര ഇട്ടിട്ട് അവിടെ പോയിട്ട് ബുക്ക് എടുത്തിരുന്ന് വായിക്കും. ഇല്ലെങ്കിൽ ക്ലാസ് കാണുള്ളത് അങ്ങനെ കാണും, കിച്ചണിൽ വെച്ചിട്ട് കാണും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ സ്റ്റഡി ടേബിൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ ആദ്യത്തെ ക്ലാസ് ഇംഗ്ലീഷ് ആയിരുന്നു. നോട്ട് ദ പോയിന്റ്, ഞാൻ ഈ ടാബിൽ കാണുന്ന ക്ലാസ്സസ് ഞാനൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ മേലെ ഏതെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് മുന്നേ ഒരു കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് ഹൈഡ് ചെയ്യാണ്. ഓക്കെ, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. സോ ഇന്ന് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, അതുപോലെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ SCRT ഒരു 5 പേജ്, അതുപോലെ LGSന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഞാനൊരു 5 പേജ് എക്സ്ട്രാ വായിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ റാങ്ക് ഫയൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇന്ന് ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുള്ള് ക്ലിയർ ആക്കാൻ പറ്റും അറിയില്ല, എന്നാലും മാക്സിമം പറ്റണം അത്ര. ഒന്നാമത് ഇരുന്നതേ ഉച്ച സമയം ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എത്രത്തോളം പറ്റണം അത്രത്തോളം ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അന്നത്തെ ദിവസം ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും സമയമായി, അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയാണ്, ബ്രേക്ക് കിട്ടുമ്പോൾ ഓരോ പണി ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകണോണ്ട് ഉച്ചയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് വരണ സമയത്ത് ഉപ്പേരി എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ആ സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് വരണതിന്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കാറ്. അപ്പൊ ഇന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പോയിട്ട് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ, അങ്ങനെ അതിന് ശേഷം പിന്നെ വേറെ ക്ലാസ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മളെപ്പോഴും ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഫോൺ നോക്കാണ്ട് നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യാൻ, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം 2 മിനിറ്റ് ഫോൺ എടുത്തതിനാൽ ആ 2 മിനിറ്റ് 2 മണിക്കൂറാവും. എപ്പോഴും നമ്മൾ എന്താണോ ഡിസ്ട്രാക്ട് ചെയ്യണം അത് നമ്മൾ മാറ്റി വെക്കുക. വാതിൽ ചിലപ്പോൾ അടച്ചു വെക്കാം. കാരണം ചിലപ്പോൾ പിള്ളേരുള്ള വീടായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിരിക്കും. നമ്മളിപ്പോൾ ചെറിയ വലിയ അങ്ങനെയൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ മെമ്പേഴ്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ കംഫോർട്ട് സോണ് അവിടെ നിങ്ങൾ പോയി ഇരുന്ന് പഠിക്കുക. നമുക്ക് ഫോൺ മാറ്റി വെക്കുക. അതുപോലെ സൗണ്ട് എന്തെങ്കിലും കേൾക്കില്ല, ജനൽ അടയ്ക്കണമെങ്കിൽ ജനൽ അടച്ചു വെക്കുക, വാതിലടയ്ക്കണമെങ്കിൽ അങ്ങനെ അടച്ചു വെക്കുക. എന്താണോ നമ്മളെ മൈൻഡ് മാറാനുള്ള സാഹചര്യം, ആ സാഹചര്യം മാറ്റി വെക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ എൻ്റെ അടുത്ത് എന്തായാലും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ആകെ ഒരു ഫോൺ തന്നെ ഉള്ളൂ. അപ്പൊ അത് അവിടെ ഇരിക്കും, ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെക്കും. ആരെങ്കിലും ഇടയ്ക്ക് വിളിക്കണ്ടോന്ന് ഞാൻ എത്തിച്ച് നോക്കും. ഒറ്റയ്ക്കാണെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ഹസ്ബൻഡ് പോയതിന് ശേഷം വീട്ടിൽ ഒറ്റയ്ക്കാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ, ഹസ്ബൻഡ് വരുന്ന വരെ 8 മണി അടുത്താവും എന്തായാലും വരാൻ. ചിലപ്പോൾ 8 മണിയൊക്കെ കഴിയും. ഓരോ ദിവസം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതുവരെ ഞാൻ
ഫ്രീ ആണെന്ന് പറയണില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ തന്നെയാണ്. അപ്പോൾ അവിടെ നാട്ടിലാണെങ്കിൽ ഇൻലോസ് ആണ് എല്ലാ പണികളും ഓൾമോസ്റ്റ് ചെയ്യാറുള്ളത്. എനിക്ക് ഈ അടിച്ചു വാരുക, തുടയ്ക്കുക, മുറ്റടിച്ചു വാരുക, അതുപോലെ വാഷിംഗ് മെഷീനിലെ തുണികൾ, അങ്ങനത്തെ പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുന്നതന്നെ ഉള്ളൂ. ഇൻലോസ് വർക്കിംഗ് ആയതുകൊണ്ട് അവര് തന്നെയാണ് മാക്സിമം കുക്ക് ചെയ്യാറുള്ളത്. എനിക്ക് അത്ര പണി ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് അത്ര പഠിക്കാറുമില്ല, അതാണ് സത്യം. ഇപ്പൊ ഒറ്റയ്ക്ക് ആവുമ്പോൾ നമുക്ക് ഒരു ലൈബ്രറി കിട്ടിയ പോലെയാണ്. നമ്മുടെ സ്പേസിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ട് ഞാൻ അങ്ങനെ മാക്സിമം ഇപ്പോ സമയം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതുപോലെ ഇപ്പോ 40 ഏജ് ആക്കിയിട്ടുണ്ടല്ലോ, 40 വയസ്സ് വരെ നമുക്ക് എക്സാംസ് എഴുതാൻ ആക്കിയത് കൊണ്ട് കുറേ പേർക്ക് ഒരു പേടിയുള്ള കാര്യമാണ്. ഇനിയിപ്പോ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ പഴയ ആൾക്കാരൊക്കെ പൊടി തട്ടി എടുത്തിട്ട് വരുന്നുണ്ട്, അപ്പൊ അവർക്ക് മാർക്ക് കൂടും എന്നുള്ള പേടി കുറേ പേർക്ക് ഉണ്ട്. അത് നമ്മളൊരു വിഷയമാക്കരുത്, കാരണം അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ അവരെ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്രായം ഒരു കാര്യമാക്കി നമ്മൾ എടുക്കരുത്. പക്ഷെ നമുക്ക് ആ പ്രായത്തിലും നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു എക്സാം, ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, ആ ഒരു എക്സാം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ എക്സാം നമുക്കുള്ളതാണ്, നമ്മളത് നേടിയെടുക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മളെ തന്നെ നമുക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം വായുകൊണ്ട് പറയാൻ എളുപ്പമാണ്, എനിക്കും അറിയാം. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. അവനവൻ വിശ്വസിക്കാന്ന് കേട്ടിട്ടില്ലേ? കുറെ മോട്ടിവേഷൻ വീഡിയോസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ കുറെ മോട്ടിവേഷൻ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. മോട്ടിവേഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ സിനിമയിലെ ക്ലിപ്സ് ആവാം, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, PSC, SSC, ഞാൻ IPS ആരുടെയൊക്കെ കാണാറുണ്ട്, IAS, അങ്ങനെയൊക്കെ UPSC കാരുടെയൊക്കെ വീഡിയോസ്, സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ ഞാൻ കാണലുണ്ട്. എൻ്റെ ഫീഡിൽ, അതായത് ഷോർട്സോ വീഡിയോസോ ഒക്കെ കാണുകയാണെങ്കിൽ ഞാൻ കോമഡി വീഡിയോ അല്ലെങ്കിൽ റീൽ അങ്ങനെ കാണലില്ല, പൊതുവേ ഉള്ളത് കാണലില്ല. ഞാൻ പഠനത്തിന് മാത്രമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് മാത്രമാണ് കാണലുള്ളത്. ഞാൻ മലയാളത്തിലാണെച്ചാലും ഞാൻ കുറെ കാണലുണ്ട്. എനിക്കിപ്പോ ചാനൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പക്ഷെ ഞാൻ ഈ 4 മണിക്ക് എണീച്ചിട്ടും 5 മണിക്ക് എണീച്ചിട്ടൊക്കെ പഠിക്കുന്ന കുറെ കുട്ടികളുടെ വീഡിയോസ് ഞാൻ ഇരുന്ന് കാണാറുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ വരാറുണ്ട്. സോ അതൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ പണി ചെയ്യാൻ പോലുണ്ട്, അത് നല്ലൊരു കാര്യമാണ് വീട്ടമ്മമാരായാലും. പക്ഷെ പലർക്കും പല സിറ്റുവേഷൻ ആയിരിക്കാം. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ വീട്ടില് കുഞ്ഞു കുട്ടികളുള്ളവരായിരിക്കാം, അവർക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഹസ്ബൻഡ്സിന്റെ വീട്ടിൽ നിന്ന് പഠിക്കണവരായിരിക്കാം, അവര് സപ്പോർട്ടീവ് അല്ലാത്തവരുണ്ടാവും. അപ്പൊ അവരൊക്കെ കിട്ടുന്ന സമയം ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും, ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും കിട്ടുന്ന സമയം പഠിക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോ ഏർലി മോർണിംഗ് 4 മണിക്ക് എണീക്കണം എന്ന് എപ്പോഴും വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ 4 മണിക്ക് എണീക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായി ട്രൈ ചെയ്യണു, നടക്കുന്നില്ല. എണീച്ചു ഒരു ദിവസം, 1-2 ദിവസം എണീച്ചു, പക്ഷെ എനിക്ക് കണ്ണു കൂടെ ഭയങ്കരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവൻ രാത്രി കിടക്കുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആവാറുണ്ട്, പണിയും കാര്യങ്ങളും അതുപോലെ ഈ പഠനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ നേരത്തെ കിടക്കണമെന്നുണ്ട്. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു സെർട്ടൻ ടൈം ആവും. സോ അപ്പൊ കിടക്കാനും സമയമാവും. പിന്നെ നാട്ടിലേക്ക് കോളൊക്കെ ചെയ്ത് അങ്ങനെ സമയം പോവാറുണ്ട്. പക്ഷെ അതിനെ മാറ്റിയെടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സമയത്ത് എണീക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണമെന്ന് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യാം. പിന്നെന്താ, PYQ എല്ലാ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം. ഈവൻ ഞാൻ ഇപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് PYQ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ PYQ. ചിലർ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ PYQ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അറിയാം, അതായത് പരിചയപ്പെടും, പുതിയ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടും. അതുപോലെ ഇപ്പൊ ഈവൻ ഒരു അടുത്ത മാസം അടുത്ത വർഷം ജൂണിലാണ് നിങ്ങൾക്ക് എക്സാം എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്നല്ല, നമുക്ക് എക്സാം എന്ന് വിചാരിക്കാം. ഇപ്പൊ ഓഗസ്റ്റ് പകുതി കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിയാനായി. സെപ്റ്റംബർ മുതൽ കൂട്ടിയാൽ തന്നെ 4 മാസം ഉണ്ട് ഈ വർഷം. അത് കഴിഞ്ഞ് 5 മാസം മെയ് വരെ കൂട്ടിക്കോ. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റി, നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് അറിയാൻ പറ്റും. ഒരു PYQന്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് ഞാനുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഈ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.
അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ അത് ഇൻക്ലൂഡ് ആക്കണില്ല, എന്തായാലും ഞാൻ പറയാം. ഓക്കെ, മാർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ സമയമില്ല, അതാണ് മെയിൻ പ്രോബ്ലം. കാരണം ഒരുപാട് പെൻഡിങ് ആണ് ക്ലാസ്സസ്. മെയ്യിലാണ് ക്ലാസ് തുടങ്ങിയത്, നിങ്ങൾക്ക് അറിയാലോ, റിട്ടേണിലാണ്. പക്ഷെ എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം ഇഗ്നോയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജൂൺ ജൂലൈ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഇപ്പൊ ഞാൻ കുറെ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കൗട്ടായ ടോപ്പിക്കൊക്കെ അത്യാവശ്യം കവർ ചെയ്യുന്നുണ്ട്. അവർ മൊഡ്യൂള് ഒരു 10 ആക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എൻ്റെ പകുതി പോലും ആയിട്ടില്ല, തീർക്കണം. ഒരു ദിവസം പഠിച്ച 2 ദിവസം പഠിക്കില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബോഡിക്ക് വീക്ക് ആയിട്ടുള്ള ടൈം വരും. അപ്പോൾ 2 ദിവസം പഠിക്കില്ല, അപ്പോൾ ടച്ച് വീണ്ടും വിടും, പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും, ടച്ച് വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇതേ ഒരു സൈക്കിളില് ചക്രമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഡെയിലി ഒരു മണിക്കൂറെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ PSC കാര്യം, PSC എന്നല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെച്ചാലും നമുക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഭയങ്കര റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ സ്റ്റഡി വ്ളോഗാണ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ 3:45 സമയം. ഉച്ചയ്ക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ PYQ ചെയ്യാനായിരുന്നു. രാവിലെ ഇംഗ്ലീഷ് മാത്രമേ പഠിച്ചുള്ളൂ. ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു ആദ്യത്തെ ക്ലാസ് ആണ്. ഇംഗ്ലീഷിൽ ഞാൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഒന്ന് അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ. മലയാളം എനിക്ക് കുഴപ്പമില്ല, മാത്സും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല എന്നല്ല, കുഴപ്പമില്ല. ഇപ്പോ ഒരു ബേസ് ഒക്കെ കിട്ടി ട്രാക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്സും കുഴപ്പമില്ല. അതുപോലെ PYQ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അത് എത്രണ്ണം ശരിയായി, എത്ര നെഗറ്റീവ് വന്നു, എത്രണ്ണം നമ്മൾ വേണം വെച്ച് തെറ്റിച്ചു, അങ്ങനെയൊക്കെ നോക്കണം. അതുപോലെ ബബിൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തെറ്റ് വരാറുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു 12-13 ചെയ്തിട്ട് 14ാമത്തെ നമുക്ക് അറിയില്ല, വിട്ടു. ആ കോളം ബബിൾ ചെയ്യാണ്ട് നമ്മൾ വിട്ടു വിചാരിക്കാം. എന്നിട്ട് 13ാമത്തെ വിട്ടു, 14ാമത്തെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യും, വീണ്ടും പോയിട്ട് 13ല് ബബിൾ ചെയ്യും. അപ്പൊ നമുക്ക് നെഗറ്റീവ് വന്നില്ലേ, പിന്നെ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ബബിൾ ചെയ്തല്ലോ എന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് വരും. അപ്പോ അതൊക്കെ കവർ ചെയ്ത് പോണം നമുക്ക്. ശരിയാക്കി PYQ ചെയ്ത് ബബിൾ ചെയ്ത് ടൈം മാനേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഇടയിൽ ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കിച്ചണിന്റെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അതങ്ങനെ പോയിക്കോട്ടെ. പിന്നെ എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ഞാൻ ഓൾറെഡി ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കണ്ട് സെറ്റ് ചെയ്തിട്ട്, നാഷണൽ ലിങ്ക് ആയിരുന്നു ഫസ്റ്റത്തെ ടോപ്പിക് ഉണ്ടായിരുന്നത്, ഓൾറെഡി കണ്ടതാണ്. പക്ഷെ കുറച്ച് ദിവസം എക്കണോമിക്സ് എടുക്കാത്തതുകൊണ്ട് വീണ്ടും ഞാനൊന്ന് ബേസ് ആക്കാ വിചാരിച്ചിട്ട് വീണ്ടും ഫസ്റ്റ് തൊട്ട് ആ ക്ലാസ്, ഓറിയന്റേഷൻ ക്ലാസ് ഇരുന്ന് കണ്ടു. പിന്നെ 2 ക്ലാസ് അത് കംപ്ലീറ്റ് ആക്കി ഒരു ദിവസം കൊണ്ട്. ഞാൻ റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് 2x ഇട്ട് കാണും കേട്ടോ. കാരണം നമുക്ക് എന്താണെന്ന് മനസ്സിലായാൽ മതി. ഫസ്റ്റത്തെ ക്ലാസ് ഒക്കെ, രണ്ടാമത്തെ 1.5 1.75 ഇട്ടിട്ട് കാണും. പിന്നെ നോട്ട് ഞാൻ അങ്ങനെ എപ്പോഴും എഴുതിയെടുക്കാറില്ല. കുറെ ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. മാക്സിമം പ്രിന്റ് എടുക്കാനാണ് ശ്രമിക്കുക. പിന്നെ എനിക്ക് വേണം എന്ന് തോന്നിയത് മാത്രം ഞാൻ നോട്ട്സിലോട്ട് എഴുതും. എല്ലാം എഴുതില്ല. മലയാളം എഴുതും, ഇംഗ്ലീഷും പ്രിന്റ് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതും ഞാൻ വേണ്ടെന്ന് മാത്രം നോട്ടിലോട്ട് എഴുതും. കാരണം നമുക്ക് മറന്നു പോവും, നമുക്ക് ഒട്ടും ഓർമ്മ നിൽക്കില്ല എന്നുള്ളത് ഞാൻ എഴുതും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നോട്ടിലോട്ട് എഴുതും. നോട്ട് എഴുതാണ്ടേ ഇരിക്കരുത്. പ്രിന്റ് എടുത്ത് പഠിക്കുന്നവരുണ്ട് കേട്ടോ, എല്ലാം പ്രിന്റ് എടുത്ത് പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എല്ലാം പ്രിന്റ് എടുക്കുന്നില്ല. എന്നാലും നമുക്ക് പറ്റണ അത്ര പ്രിന്റ് എടുക്കാം. പൈസ ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അവരൊക്കെ നോട്ട് എഴുതിയിട്ട് തന്നെയാണ് പഠിക്കുക. കുഴപ്പമൊന്നുമില്ല. ടൈം മാനേജ്മെന്റ് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ പ്രിന്റ് എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ആ ഒരു നാട്ടിലാണെങ്കിൽ പ്രിന്റ് എടുക്കുമ്പോൾ ഒരു സൈഡില് 2 ബാക്കിൽ 2 ആയിട്ട് കിട്ടുമായിരുന്നു. ഇവിടെ അവർ ചെയ്ത് തരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പേജിൽ 1 ആയിട്ട് തന്നെ എടുക്കേണ്ടി വന്നു. ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് എടുക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല പൈസ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ഷോപ്പ് കണ്ടെത്തിയിട്ട് പ്രിന്റ് എടുക്കാനുള്ളത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, അവരങ്ങനെ എടുത്ത് തന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമം. അത്രയും പൈസ നമ്മൾ കൊടുക്കുകയല്ലേ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈവൻ ഇപ്പൊ രാവിലെ തൊട്ട് ഞാൻ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്നൊന്നും വിചാരിക്കണില്ല കേട്ടോ. കാരണം SCRT LGSന്റെ റാങ്ക് ഫയൽ എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഇന്നത്തെ ദിവസം. SCRT 5 പേജ് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. 5 പേജ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നല്ല, ഒരു വിഷയത്തിന്റെ ഒരു 5 പേജ് എല്ലാ ദിവസവും വായിക്കും. ആ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ വേറൊരു വിഷയത്തിന്റെ 5 പേജ്
അങ്ങനെ അങ്ങനെ വായിച്ചിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, എല്ലാ ദിവസവും ഓരോ ടൈം ടേബിൾ ക്ലാസ്സസ് കാണുന്നവരാണെങ്കിൽ, അതായത് ഓൺലൈൻ കോച്ച് എടുത്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നവരായിരിക്കാം, എങ്ങനെയാണെന്ന് വെച്ചാലും കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം സമയം നമുക്കിപ്പോ പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ്. LDCയും LGSന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നേ ഉള്ളൂ. അതുപോലെ VFAക്ക് പഠിക്കുന്നവരുണ്ടാവാം, അവർക്കൊക്കെ അവരിപ്പോ പഠിച്ചോട്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഒന്നും കൂടെ ബേസ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ് LDCന്റെ എക്സാം. അപ്പൊ അവർക്ക് ബേസ് കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവർക്ക് വീണ്ടും റിവിഷൻ ചെയ്താൽ മതി. അത്രയും മാസങ്ങൾ അവർക്ക് റിവിഷൻ ചെയ്യാനാണ്. പിന്നെ ഏതെങ്കിലും ടോപ്പിക് പഠിച്ച് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഇപ്പൊ തുടങ്ങുക, ഇന്ന് മുതൽ തുടങ്ങുക, നാളേക്ക് നീട്ടി വെക്കരുത്. ആ നീട്ടി വെച്ചാൽ നീണ്ട് 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 ഒരു വലിയ ലിസ്റ്റായിട്ട് നീണ്ടു പോവുകയുള്ളൂ. അനുഭവം കൊണ്ട് പറയുകയാണ്, തുടങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക, ഒരു ദിവസം ബ്രേക്ക് എടുക്കാണ്ടിരിക്കുക. ഇനിയിപ്പോ ഫോണിലാണ് പഠിക്കാന്ന് വെച്ചാൽ, ഇനിയിപ്പോ ഫംഗ്ഷൻ ഒഴിവാക്കാത്ത ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫോണില് ഒന്നല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ, ഞാൻ അങ്ങനെയൊക്കെ കാണാറുണ്ട്. യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഈവൻ ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ പറയും, അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഇവിടെ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടും എനിക്ക് അങ്ങനെ ഡെയിലി 2 GB അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ആക്കാനൊന്നും നെറ്റ് തികയാറില്ല. അപ്പോൾ ഹോട്ട്സ്പോട്ട് ഹസ്ബൻഡിന് എടുത്തിട്ട് അങ്ങനെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെക്കും, ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്തായാലും റെക്കോർഡഡ് വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പൊ അതുപോലെ അതിന്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കും. PDF പ്രിന്റ് എടുക്കാനുള്ളത് പ്രിന്റ് എടുത്തിട്ട് വരും, പിന്നെ അത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ട് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോവാറുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഒരു 45 മിനിറ്റ് ഒക്കെ ഒരു വിഷയത്തിന് മാത്രം എടുക്കുക, പിന്നെ അതിനുശേഷം ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയം ഫോണിൽ നോക്കാതെ പോവുക, ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാതിരിക്കുക, മാക്സിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ആ സമയം നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ പഠിക്കാനിരിക്കുക. ഉറങ്ങാതെ ചിലവരെല്ലാവരും എന്നല്ല, ചിലവർ ഉറങ്ങാറുണ്ട്, ഉറക്കം വരാതെ ശ്രമിക്കുക, ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പറ്റണ അത്ര മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെ ഇപ്പൊ പഠിച്ചു തുടങ്ങുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ പഠിക്കാം. ഇനിയിപ്പോൾ വീട്ടിലല്ല, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു പെന്നും പേപ്പറും കയ്യിൽ എപ്പോഴും കരുതി വെക്കുക. നമുക്ക് എന്താവശ്യം വരികയാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഒരു പെന്നും പേപ്പറും, ഞാൻ എപ്പോഴും ഒരു പെന്നും പേപ്പറും, കുട്ടി പേപ്പർ, ഒരു ബുക്കാണ് ഉദ്ദേശിച്ചിട്ടോ, ബുക്ക് കയ്യിൽ വെക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ആ നോട്ടിലോട്ട് വെക്കുക. ഇപ്പൊ എൻ്റെ കയ്യിൽ ടാബ് ഉള്ളതുകൊണ്ട് ഈ പെണ്ണ് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് എഴുതാൻ പറ്റും ടാബിൽ. അപ്പൊ ഞാൻ അത് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. കുറെ പേര് എൻ്റെ ടാബിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. ടാബ് മോട്ടോറോളോന്റെ ആണ്, പാഡ് 60 Pro ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ ആ പെണ്ണ് ഫ്രീ ആണ്, എക്സ്ട്രാ വാങ്ങിച്ചതല്ല. അപ്പൊ നമുക്കതില് എന്തെങ്കിലും നോട്ട് ചെയ്യാനുള്ളത് നോട്ട് ചെയ്തിട്ടൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ എല്ലാവരും ദിവസം നന്നായി ഫുഡ് കഴിക്കുക. നമുക്ക് യോഗ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലും യോഗ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യോഗയൊക്കെ ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫുഡ് മസ്റ്റാണ്, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈവൻ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം പോവുക, അല്ലാത്തത് ഒഴിവാക്കുക. മാക്സിമം നമുക്ക് ജോലി കിട്ടണ വരെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പഠിക്കാനിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട, ചായയും ഓട്സോ എന്തൊക്കെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ടേബിളിൽ ഇരുന്നിട്ടല്ല കഴിച്ചത്. ഇനി അത് പറഞ്ഞിട്ട് നെഗറ്റീവ് കമന്റ് ഇടണ്ട. ഞാൻ വെളിയിൽ പോയിട്ടാണ്, വെളിയിൽ മീൻസ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സിറ്റ് ഔട്ട് ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളത്. സോ അതിന്റെ ഇടയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോവാറുള്ളത്. രാവിലെ എണീക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെൻഡിങ് വെക്കും കേട്ടോ. കാരണം ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇത്ര മണിക്കൂർ ഇന്ന് പഠിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കും. അത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ ബാത്റൂം വൃത്തിയാക്കുക, എന്തെങ്കിലും അടിച്ചു വരാനുണ്ടെങ്കിൽ അത് ബാക്കി വെക്കുക, തുടയ്ക്കാനുണ്ടെങ്കിൽ അത് ബാക്കി വെക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുക. ടൈമർ വെച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് ഞാൻ പഠിച്ചല്ലോ, ഇനി കുറച്ചേരം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിക്ക് നമുക്ക് ആ ടൈമർ നോക്കി വെച്ചിട്ട് അങ്ങനെ പഠിക്കാം.
എങ്ങനെയാണോ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ ഇട്ടിട്ട് പുറത്ത് വരിക. അതായത് എനിക്ക് ബെഡിൽ അല്ല സ്റ്റഡി ടേബിളിൽ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ, എനിക്ക് നല്ലൊരു ടേബിൾ ഇല്ല, ടേബിൾ കിട്ടിയാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എവിടെയാണോ ഇരിക്കാൻ പറ്റുന്നേ അവിടെ ഇരുന്നിട്ട് നല്ല രീതിക്ക് പഠിക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? PYQന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാം. ഇതന്നെ ഇപ്പൊ എത്ര മിനിറ്റ് പോയി എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ തരാം. എനിക്കിപ്പോൾ സമയവും ഇല്ലാത്തതുകൊണ്ടാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഡിഗ്രീൻ്റെ എക്സാം എനിക്ക് ഡിസംബറിൽ വേറെയും വരുന്നുണ്ട്, അതിനു വേണ്ടിയും പഠിക്കണം. അതും 5-6 ടോപ്പിക്ക് അല്ല സബ്ജക്റ്റ് ഉണ്ട്, അതിനു വേണ്ടിയും പഠിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ യൂട്യൂബ് നോക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ പൊയ്ക്കോളും. ഒരു ടൈം ലാപ്പിൽ അങ്ങനെ പൊയ്ക്കോളും, കുഴപ്പമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലോണം പഠിക്കുക. VFA ആണ് വരുന്നത്, VFA എക്സാംസ് ഒക്കെയാണ് വരുന്നത്. എനിക്ക് എക്സാം ഇല്ല, ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളവര് നന്നായി പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം പോവാൻ. അതുപോലെ ടൈം മാനേജ്മെന്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനൊക്കെ നന്നായി വായിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവുക, എഴുതുക, എക്സാം എഴുതുക. ഓക്കെ അല്ലേ? അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ചാച്ചാ, ബൈ ബൈ.